Hi students, welcome to the lecture. Today we will be dealing with the module 1 of Indian economy, in which we are dealing with the topic new economic policy. So without much delay, let's move on to the topic new economic policy. Then okay. The year 1991 saw a financial crisis on the government that acted as a catalyst for economic reforms. അതായത് 1991 നമുക്ക് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മുടെ ഗവൺമെൻറ് ഉണ്ടായി. സോ അത് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തു. അല്ലെങ്കിൽ എന്താണ് അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് റീഫോംസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒന്നാണ് ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ക്രൈസിസ് ഉണ്ടാകാനായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ ലെക്ചറിൽ. സോ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ്? ഗൾഫ് വാർ നടന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇറാൻ കുവൈറ്റ് വാർ നടന്നു. ആ സമയത്ത് ഓയിൽ പ്രൈസസ് ഒക്കെ വളരെയധികം കൂടുന്നുണ്ടായി. അതുപോലെ തന്നെ ലോവർ റെമിറ്റൻസ് ഫ്രം ഗൾഫ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോറിൻ റിസർവ്സ് അറ്റ് ദിസ് ടൈം വാസ് വെരി ലോ. പിന്നെ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഒക്കർ ചെയ്തു. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് 1991 ആ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകാനുള്ള കാരണം. സോ ഇത് ഗവൺമെൻറ്റിന് ഒരു പുതിയൊരു പോളിസി ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിനെ കൊമ്പാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണത് കൊണ്ടുവരുന്നത്. സോ ഗവൺമെൻറ് അപ്രോച്ച് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ, അതായത് IBRDയിൽ നമ്മുടെ ഗവൺമെൻറ് ഇതിനൊരു സൊല്യൂഷനായിട്ട് പോവുകയാണ്. അതിനുശേഷം അവർ ആസ്റ്റ് വേൾഡ് ബാങ്ക് ആൻഡ് IMF ടു ഗീവ് എ ലോൺ. ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കെയിം വിത്ത് ദ റൈഡർ ടു ഓപ്പൺ അപ്പ് ദ എക്കോണമി ആൻഡ് ടു റിമൂവ് റെസ്ട്രിക്ഷൻസ് ഓൺ പ്രൈവറ്റ് സെക്ടർ. അതായത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ ക്രൈസിസിനെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ IBRDയിൽ പോവുകയും അവിടെ നമ്മൾ ലോണിന് അപേക്ഷിക്കുകയും ചെയ്തു. ആ ലോൺ നമുക്ക് കിട്ടുന്നതിന് അവർ കുറച്ച് കണ്ടീഷൻസ് വെച്ചു. ആ കണ്ടീഷൻസ് എന്തിനൊക്കെ കാരണമായി? നമ്മുടെ എക്കോണമി തുറക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെ മേലുണ്ടാകുന്ന റെസ്ട്രിക്ഷൻസിനെല്ലാം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടുകയും അങ്ങനെ 1991 പുതിയ എക്കോണമിക് പോളിസി ലോഞ്ച് ചെയ്യുകയും ചെയ്തു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ മൂവിങ് ഓൺ ഫർദർ, ഇതാണ് ന്യൂ എക്കോണമിക് പോളിസിയുടെ ബ്രാഞ്ചസ്: ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇതൊക്കെ നമ്മൾ കുഞ്ഞിലേ തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ ഒന്നും കൂടി നമ്മളത് ഇക്കണോമിക് ടേംസിൽ പഠിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ, മൂവിങ് ഓൺ. ഇനി ദ പോളിസി ഹാഡ് മെഷേഴ്സ് വിച്ച് കെയിം അണ്ടർ 2 ഹെഡ്സ്, അതായത് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും ഉണ്ട്, സ്ട്രക്ചറൽ മെഷേഴ്സും ഉണ്ട് ന്യൂ എക്കോണമിക് പോളിസിയിൽ. അതിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ടേം മെഷേഴ്സാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിനും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഷോർട്ട് ടേം മെഷേഴ്സ് വരുന്നത്. ഇനി വരുന്നത് സ്ട്രക്ചറൽ റിഫോംസ് ആണ്. അതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എക്കോണമിയുടെ എഫിഷ്യൻസിനെ ഇംപ്രൂവ് ചെയ്തിട്ട് ഇൻ്റർനാഷണലി നമ്മൾ കോമ്പറ്റീറ്റീവ് ആകുകയാണ് ചെയ്യുന്നത്. അതായത് വേരിയസ് ആയിട്ടുള്ള എക്കണോമിക് സെഗ്മെൻറ്റ്സിൽ നമ്മൾ കോമ്പറ്റീറ്റീവ് ആകുകയാണ് ഇൻ്റർനാഷണലി. അങ്ങനെ ഒരു റീഫോം കൊണ്ടുവരുന്നതിനാണ് സ്ട്രക്ചറൽ റീഫോംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്റ്റെബിലൈസേഷൻ റീഫോംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ടേം റീഫോംസ് ആണ്. അത് നമ്മുടെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിന്, നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എററിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഇനി നമ്മുടെ സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സ് അല്ലെങ്കിൽ ഈ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സിനൊക്കെ ആയിട്ട് പോളിസി മെയിനായിട്ട് കൊണ്ടുവരുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ആ ലിബറലൈസേഷൻ്റെയും പ്രൈവറ്റൈസേഷൻ്റെയും ഔട്ട്കം ആയിട്ടാണ് ഗ്ലോബലൈസേഷൻ വരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ലിബറലൈസേഷൻ എന്താണ് എന്നാണ് നോക്കുന്നത്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ലിബറലാക്കുക, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, നമ്മൾ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരുന്ന പല കാര്യങ്ങളെയും നമ്മൾ ലൂസാക്കി വിടുന്നതിനെയാണ് നമ്മൾ ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അതായത് പണ്ട് 1991 ഈ ഒരു എക്കണോമിക് റീഫോംസ് ഒക്കെ കൊണ്ടുവരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഈ ന്യൂ എക്കോണമിക് പോളിസിയൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ കൺട്രിയിൽ എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിന് ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. സോ ആ ഒരു കഷ്ടപ്പാടൊക്കെ മാറ്റാണ് റിമൂവൽ ഓഫ് ലൈസൻസസ്, അതുപോലെ തന്നെ ഡീറെഗുലേഷൻ ഓഫ് സെക്ടേഴ്സ് ഓഫ് പ്രൈവറ്റ് എൻട്രി, റിമൂവൽ ഓഫ് പ്രൈസ് കൺട്രോൾസ് ആൻഡ് റിസർവേഷൻ കമ്മോഡിറ്റീസ് മെൻറ്റ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനൊക്കെ ചില കമ്മോഡിറ്റീസ് റിസർവ്ഡ് ആയിരുന്നു. ആ റിസർവ്ഡ് ആയിട്ടിരിക്കുന്ന കമ്മോഡിറ്റീസിനെ എല്ലാം മാറ്റാണ് ഉണ്ടായത്. അതുപോലെ തന്നെ പ്രൈസ് കൺട്രോൾസ് മാറ്റി, അതായത് നിശ്ചിത വില എല്ലാത്തിനും ഇടുന്ന ആ ഒരു രീതിയൊക്കെ മാറ്റുകയാണ്. സോ ലൈസൻസിങ്, ഡീറെഗുലേഷൻ ഓഫ് ദ പ്രൈസ് സിസ്റ്റം, അതുപോലെ തന്നെ കമ്മോഡിറ്റി റിസർവേഷൻ്റെ അകത്തുള്ള അതിൻ്റെ റെഗുലേഷനൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ രണ്ടാമത്തേത് വരുന്നത് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് ആണ്. അത് RBIയുടെ റോള്
റെഗുലേറ്ററിൽ നിന്ന് ഫെസിലിറ്റേറ്ററിലോട്ടേക്ക് മാറ്റുകയാണ് ചെയ്തിരുന്നത്. അതായത് നേരത്തെ RBI എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി RBIയുടെ റോള് ഫെസിലിറ്റേറ്ററായിട്ട് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിമൂവൽ ഓൺ ഫോറിൻ ബോറോയിങ് ലിമിറ്റ്സ്, അതായത് ഫോറിനിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ടായിരുന്നു. സോ ആ ലിമിറ്റൊക്കെ മാറ്റുകയും അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അലൗ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക്സിന് ഓപ്പറേറ്റ് ചെയ്യുവാനുള്ള ഒരു അധികാരവും കൂടി നൽകി. അങ്ങനെ ഫിനാൻഷ്യൽ സെക്ടറിനകത്ത് റീഫോംസ് കൊണ്ടുവന്നു. പിന്നെ വരുന്നതാണ് ടാക്സ് റീഫോംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള ടാക്സസിൻ്റെ റേറ്റ്സ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് വോളണ്ടറി ഡിസ്ക്ലോഷർ ആൻഡ് കമ്പൈലൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വെർ സിംപ്ലിഫൈഡ്. അതായത് ഈ ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ നിരക്കുകൾ വളരെയധികം കുറച്ചു. അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും സാധാരണക്കാർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ ടാക്സിങ് പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്യുകയും ചെയ്തു. പിന്നെ വരുന്നതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്. ഇനി നമുക്കറിയാം, നമ്മൾ ഫോറക്സ് എന്താണെന്ന് ഓൾറെഡി നമ്മുടെ ഒരു ലെക്ചറിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഒരു കൺട്രിയുടെ കറൻസി മറ്റൊരു കൺട്രീൻ്റെ കറൻസിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. സോ ഫോറിൻ എക്സ്ചേഞ്ചിലും റീഫോംസ് വന്നു. റുപ്പിയുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ചു. സോ അത് മാർക്കറ്റ് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് രൂപയുടെ വാല്യൂ കുറച്ചു. ഇനി അഞ്ചാമത്തെ റീഫോംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ട്രേഡിലും ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിലും വരുന്ന റീഫോംസ് ആണ്. അത് മെയിനായിട്ട് എയിം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമി കുറച്ചും കൂടി ഇൻ്റർനാഷണലി കോമ്പറ്റീറ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫോറിൻ ക്യാപിറ്റൽ അതുപോലെ തന്നെ ടെക്നോളജിയൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. സോ എന്താണ് ഈ ലിബറലൈസേഷനും ഇൻവെസ്റ്റ്മെൻറ്റ്സും നടക്കുന്നത് വഴി എന്താണ് ട്രേഡിലും ഇൻവെസ്റ്റ്മെൻറ്റ്സിലും ലിബറലൈസേഷൻ നടക്കുന്നത് വഴി ഒരുപാട് ട്രേഡ് ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഇമ്പോർട്ട് ലൈസൻസും എക്സ്പോർട്ട് ഡ്യൂട്ടീസും റിമൂവ് ചെയ്തു. അതുമാത്രമല്ല കോട്ട ഓൺ ഇമ്പോർട്ട്സ് ഓൾസോ അബോളിഷ്ഡ്. അതായത് നമ്മുടെ പ്രൈവറ്റ് സെക്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ട്സിൽ ടാക്സസ് അല്ലെങ്കിൽ കോട്ടാസ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് സെക്ടർ അല്ല, നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ മാറ്റി. അതേപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ട് ലൈസൻസും എക്സ്പോർട്ട് ഡ്യൂട്ടീസൊക്കെ റിമൂവ് ചെയ്തു. സോ ഇതാണ് മെയിനായിട്ട് ലിബറലൈസേഷനകത്ത് വരുന്ന കാര്യങ്ങൾ. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അകത്തും ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ അകത്തും ടാക്സിൻ്റെ അകത്തും ഫോറിൻ സെക്ടറിൻ്റെ അകത്തും ട്രേഡിൻ്റെ അകത്തും ഒരുപാട് റീഫോംസ് കൊണ്ടുവന്നു. നേരത്തെ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നോ അതിൽ ഓൾമോസ്റ്റ് എല്ലാ റെസ്ട്രിക്ഷൻസും തന്നെ എടുത്തു കളഞ്ഞ് പോവുകയാണ് ചെയ്തത്. സോ അതാണ് ലിബറലൈസേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ എന്തിലോട്ടൊക്കെയാണ് പോകുന്നത്? പ്രൈവറ്റൈസേഷൻ മെഷേഴ്സ്. ഗവൺമെൻറ് ഓണർഷിപ്പ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ റിമൂവ് ചെയ്തു ബൈ ഔട്ട്റൈറ്റ് സെയിൽ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഓർ റിമൂവൽ ഓഫ് ഗവൺമെൻറ് ഫ്രം മാനേജ്മെൻറ്റ്സ് ഓഫ് ദീസ് കമ്പനീസ്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം, ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രിയിൽ ഈ ഒരു ന്യൂ എക്കോണമിക് പോളിസി വരുന്നതിന് മുൻപേ നടന്നിരുന്നത്. പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് ഗവൺമെൻറ്റിന് ഓൾമോസ്റ്റ് പ്രൈവറ്റ് കമ്പനീസിന് ഒരുപാട് ഓണർഷിപ്പ് നൽകുകയും അതുപോലെ തന്നെ ഗവൺമെൻറ് ഈ ഒരു പ്രൈവറ്റ് കമ്പനീസിനെ മാനേജ് ചെയ്യുന്നതിൽ നിന്നൊക്കെ മാറുകയും ചെയ്തു. ഇനി വരുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, വിച്ച് മെൻറ്റ് സെല്ലിംഗ് എ പാർട്ട് ഓഫ് ദി ഇക്വിറ്റി ടു പ്രൈവറ്റ് സെക്ടർ വാസ് സ്റ്റാർട്ടഡ് ആസ് പ്രൈവറ്റ് ക്യാപിറ്റൽ ആൻഡ് മാനേജറൽ ക്യാപ്പബിലിറ്റീസ് കുഡ് ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ടു ഇംപ്രൂവ് വർക്കിംഗ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. അതായത് ഒരു പ്രൈവറ്റ് സെക്ടറിലോട്ടേക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു നിശ്ചിത പാർട്ട് സെല്ല് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അവരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാനേജറൽ കപ്പാസിറ്റീസ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കാൻ തുടങ്ങി നമ്മൾ. അതായത് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള, അതായത് പ്രോഫിറ്റ് മോട്ടീവ് മാത്രം ചിന്തിക്കുന്ന അല്ലെങ്കിൽ വളരെ ഓൺട്രപ്രണർ ക്യാപ്പബിലിറ്റീസ് ഉള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ബിസിനസ് ഓഫീഷ്യൽസ്, കോർപ്പറേറ്റ്സ് ഇതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്കോണമീനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനാണ് മെയിനായിട്ട് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് എന്ത് ഗ്രാൻഡ് ചെയ്തു? സ്റ്റാറ്റസ് ഓഫ് നവരത്നാസ് ആൻഡ് മഹാരത്നാസ് ടു ഗ്രാൻഡ് ഓപ്പറേഷണൽ ഓട്ടോണമി ടു ദം. അതായത് ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് വേണ്ടിയിട്ട് എന്ത് ഗ്രാൻഡ് ചെയ്തു? നവരത്ന അതുപോലെ തന്നെ മഹാരത്നാസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ഗ്രാൻഡ് ചെയ്യാണ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഓപ്പറേഷണൽ ഓട്ടോണമി ടു ദം. അതായത് അവർക്ക് അത് നടത്തിക്കൊണ്ട് പോകുവാനുള്ള പരമാധികാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സ്റ്റാറ്റസ് നൽകിയിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നവരത്ന, മഹാരത്ന. ദെൻ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് വന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓണർഷിപ്പ് പ്രൈവറ്റ് കമ്പനീസിലോട്ടേക്ക് മൂവ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് ഇൻ ഓർഡർ ടു മാനേജ് എഫക്റ്റീവ്ലി ദി എക്കോണമി.
ദെൻ ഇനി വരുന്നതാണ് നമ്മുടെ ഗ്ലോബലൈസേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൈവറ്റൈസേഷൻ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഗ്ലോബലൈസേഷൻ ഒരു കൺട്രിയുടെ എക്കോണമീനെ വേൾഡുമായിട്ട് കൂട്ടിയോജിപ്പിക്കുന്നു അല്ലെങ്കിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇൻ്റഗ്രേറ്റിംഗ് ആൻ എക്കോണമി ടു ദ വേൾഡ്. ഓക്കെ, അത് എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പോളിസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ്. അതായത് ഫോറിൻ കമ്പനീസ് ഇന്ത്യയുടെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടേഴ്സൊക്കെ എന്താണ് വളരെയധികം പണ്ടത്തെക്കാളധികമായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ലോ വേജ് റേറ്റ്സ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഡിഗ്രി ഓഫ് സ്കിൽ ആൻഡ് ആക്യുറസി ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ദിസ് ഫിനോമിനൻ. അതായത് വേജ് റേറ്റ്സ് കുറവാകുന്നതും അതുപോലെ തന്നെ സ്കില്ലിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സ്കില്ല് എന്തോരമാണ് അവൈലബിൾ ആകുന്നത് അനുസരിച്ചും അതിൻ്റെ ആക്യുറസിയൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു ഔട്ട്സോഴ്സിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡിൻ്റെ സക്സസറാണ്, അല്ലെങ്കിൽ ഇതിന് ശേഷം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മകനായിട്ടൊക്കെ നമ്മുടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സാധനമല്ല ഓർഗനൈസേഷനാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഉറുഗ്വേ കൺവെൻഷനിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഇതിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ് ഫോർ ഡിസൈഡിങ് പോളിസീസ്. അതുപോലെ തന്നെ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെയിനായിട്ട് എയിം ചെയ്തിരിക്കുന്നത് എന്താണ് നേഷൻസിനകത്തുണ്ടാകുന്ന താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ താരിഫിനെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാം, ഇൻ്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല ക്രിട്ടിക്സ് എന്താണ് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്? മാർക്കറ്റ് ഡ്രിവൺ ഗ്ലോബലൈസേഷൻ എന്തിനു വേണ്ടിയിട്ട് കാരണമായി? അതായത് ഗ്ലോബലൈസേഷൻ ഒരു മാർക്കറ്റ് ഡ്രിവൺ ആയി കഴിയുമ്പോഴത്തേക്കും ഡെവലപ്പിംഗ് കൺട്രീസും നോൺ ഡെവലപ്പിങ്ങുമായിട്ടുള്ള കൺട്രീസും തമ്മിൽ ഒരുപാട് ഡിസ്പാരിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ദ ഓപ്പണിംഗ് ഓഫ് ദ ട്രേഡ് ഹാസ് ബെനിഫിറ്റഡ് ദ ഡെവലപ്ഡ് countries more and that has been able to access developing markets. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി എടുക്കുകയാണ്, ഒരു അണ്ടർ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെവലപ്ഡ് കൺട്രിക്കാണ് ഡെവലപ്പിംഗ് കൺട്രീനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു ഗ്ലോബലൈസേഷൻ വന്നതോട് കൂടിയിട്ട് ബെനിഫിറ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് ഡെവലപ്ഡ് കൺട്രീസിനാണ് ഡെവലപ്പിംഗ് കൺട്രീസിനേക്കാളും. കാരണം ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ മാർക്കറ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുകയാണ്. സോ അത് ക്രിട്ടിക്സ് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഒരു ക്രിറ്റിസിസമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ട്രേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡെവലപ്ഡ് കൺട്രീസിനാണ് ഡെവലപ്പിംഗ് കൺട്രീസിനേക്കാളും കൂടുതലായിട്ട് ബെനിഫിറ്റഡ് ആവുന്നത്. മറ്റൊരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഗുഡ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലാതെ വന്നു. അതിന് കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് കൂടുതലായിട്ട് വെൽ എക്യുപ്ഡ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ്സും ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സും ഒക്കെയാണ് ഉള്ളത്. സോ അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈലി ക്വാളിറ്റി ഉള്ളതായിരിക്കും. സോ എന്താ സംഭവിക്കുക? ഡെവലപ്പിംഗ് കൺട്രീസിന് അത്ര കണ്ട എഫിഷ്യൻസി ഒന്നും അറ്റൈൻ ചെയ്യാനായിട്ട് ആ ഒരു സാഹചര്യത്തിൽ പറ്റുന്നില്ലാത്തത് കൊണ്ട് തന്നെ അവർ തമ്മിലൊരു ഡിസ്പാരിറ്റി വരികയും ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ മാർക്കറ്റിനെ അവർ എടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതൊരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ദെൻ ഇനി നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ പ്രോസും കോൺസും ആണ് നോക്കുന്നത്. സോ ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലെക്ചർ തീരുകയാണ്. ദെൻ പ്രോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ ഫ്രീ ട്രേഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് ഒക്കെ വന്നു, അതുപോലെ ലിബറലൈസേഷൻ പോളിസി ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ താരിഫും ടാക്സസും കോട്ടാസും ഒക്കെ എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? ഫ്രീ ട്രേഡ് വന്നു. അതുപോലെ തന്നെ ഈ ഫ്രീ ട്രേഡ് എന്തിന് കാരണമായി? ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമായി. അതുപോലെ തന്നെ ഗ്രോത്ത് ഉണ്ടാക്കി. ഓക്കെ, ദെൻ പുവർ കൺട്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ബെനിഫിറ്റഡായി. അതിന് കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പാവപ്പെട്ട കൺട്രീസിലെ ജനങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളത് ഇൻ കേസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, സ്കില്ലിൻ്റെ കാര്യത്തിലൊക്കെ അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ ജീവിത രീതി കൊണ്ടുപോകാനായിട്ടൊരു മാർഗ്ഗം അതുവഴി ലഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്ലോബലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഡെമോക്രസീനെ ജനറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ എക്കോണമീനെ തന്നെ അല്ലെങ്കിൽ ഒരു എക്കോണമീനെ മറ്റ് വേൾഡിലെ സകല എക്കോണമിയുമായിട്ട് ബന്ധിപ്പിക്കുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. സോ എന്താണ്? ഒരു ഡെമോക്രാറ്റിക് വേയിലാണ് നടത്തുന്നത്. സോ അതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ടെക്നോളജിയുടെ ഒക്കെ കേസിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്ലോബലൈസേഷൻ കൺസെപ്റ്റ് വന്നതോടുകൂടി ടെക്നോളജീസൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസ് തമ്മിൽ ഷെയർ ചെയ്യാൻ അവർ മ്യൂച്വലി ബെനിഫിഷ്യൽ ആകാനൊക്കെ ആയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ്
എന്താണ് ഗ്ലോബലൈസേഷൻ വഴി ലഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലേബേഴ്സിന് അവരുടെ സ്കിൽസ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ക്യാപ്പബിലിറ്റീസ് അനുസരിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് ഉള്ളൊരു അനുവാദം ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാനും അതൊരു കാരണമാകുന്നു. ഇനി വരുന്നത് ഇൻക്രീസ്ഡ് എക്കോണമീസ് ഓഫ് സ്കെയിൽസ്. എന്താണ്? പ്രൊഡക്ഷന് കൂടുതലായിട്ട്, അതായത് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള എക്കോണമീസ് ഓഫ് സ്കെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ എക്കോണമിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ജനങ്ങളുടെ ക്ഷേമം നന്നായി ഉണ്ടാകും. അതൊക്കെയാണ് അതിനൊരു കാരണം. പിന്നെ വരുന്നത് കോമ്പറ്റീഷൻ കൂടുതലായിട്ട് തുടങ്ങി. ഡൊമസ്റ്റിക് മോണോപോളീസ് എന്താണ് യൂസ്ഡ് ടു ബി പ്രൊട്ടക്റ്റഡ് ബൈ ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ. ഹവർ, അതായത് ഗ്ലോബലൈസേഷൻ വരുന്നതിന് മുൻപെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ എക്കോണമിയിലെ എന്താണ് എല്ലാ കാര്യങ്ങളെയും എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്? അവരെ കോമ്പറ്റീഷൻ ഇല്ലാതെ, അതായത് ഗവൺമെൻറ് അവരെ സേഫ് ഗാർഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി പല കൺട്രീസും നമ്മുടെ കൺട്രീസിലോട്ടേക്ക് വരികയും ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി കോമ്പറ്റീഷൻ വരികയാണ്. അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു സെറ്റപ്പുമായിട്ട് അല്ലെങ്കിൽ ഓൺട്രപ്രണൽ സെറ്റപ്പുമായിട്ട് കോമ്പറ്റീറ്റഡ് ആവും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ മാക്സിമം എഫിഷ്യൻസി പുറത്തോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതുവഴി ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പിംഗ് കൺട്രീസിനും സാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ എന്നുള്ളതാണ് ഇതിൻ്റെ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Then there is not the trickle down effect from the higher income groups. അതായത് വളരെ പൈസയുള്ള ആൾക്കാർക്ക് ഒരു എഫക്റ്റ് ഒന്നും വളരെ കാര്യമായിട്ട് ഇതിൽ നിന്നുണ്ടായില്ല. അത് മാത്രമല്ല there is supposedly free trade but there are still many barriers on imports. അതായത് ഫ്രീ ട്രേഡ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരുപാട് ഇമ്പോർട്ട്സിൻ്റെ കേസിൽ ഒരുപാട് ബാരിയേഴ്സ് വീണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസിലുള്ള ഒരുപാട് ജോബ്സ് ലോ കോസ്റ്റ് ലേബറിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉപയോഗിച്ചു. അതായത് എന്താണ്? എ ലോട്ട് ഓഫ് ജോബ്സ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ആർ ടേക്കൺ ബൈ ലോ കോസ്റ്റ് ലേബർ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് ഡെവലപ്ഡ് കൺട്രീസിലെ ഒരുപാട് ജോബ്സ് വളരെ ചീപ്പായിട്ടുള്ള പൈസയ്ക്ക് ഡെവലപ്പിംഗ് കൺട്രീസിലെ ആൾക്കാർ എടുത്തു. അതുപോലെ വർക്കേഴ്സ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ വേജിൽ വളരെയധികം കട്ട് വരികയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് എംപ്ലോയേഴ്സ് ലുക്ക് ടു എക്സ്പോർട്ട് ദെയർ ജോബ്സ്. വാട്ട് ഹാപ്പൻ ഇസ് എന്താണ്? ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്താണെങ്കിലും പൈസയ്ക്കൊക്കെ ഷോർട്ടേജ് ഉള്ള ഒരു സമയമാണല്ലേ. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് എന്താണ് നമ്മുടെ കൺട്രിയിൽ നിന്ന് ഇപ്പോൾ അമേരിക്കയിലോട്ടേക്ക് ജോലിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ജനങ്ങൾ പോകും. ബിക്കോസ് അവിടെ നമുക്ക് കൂടുതലായിട്ട് ഏർണിംഗ് ഫെസിലിറ്റി ഉണ്ടാകുകയാണ്. അവിടുത്തെ ജനങ്ങളെക്കാൾ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്കതൊരു നഷ്ടവുമാണ്. ബിക്കോസ് അവരുടെ പ്രൈസ്, അതായത് അവർക്ക് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അമേരിക്കക്കാർ അവരെ ആശ്രയിക്കത്തില്ല. ബിക്കോസ് ഇന്ത്യൻ ടാലൻറ്റ് ഈസ് വെരി ഹൈ. അതുപോലെ തന്നെ അവർക്ക് വളരെ കുറവ് പൈസയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത്രയും വളരെ പൈസ ചിലവിൽ അല്ലെങ്കിൽ സാലറി വളരെ കുറഞ്ഞ ഇതിൽ ജനങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ താമസിക്കുന്നവർക്ക് വേജ് കട്ട് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് അവരുടെ സാലറിയിൽ റിഡക്ഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസിനെ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ വന്നിട്ട് ഒരുപാട് എന്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു? എബിലിറ്റി ഓഫ് വർക്കറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. അതായത് അവരുടെ ലേബർ ഹവേഴ്സ് കൂടുതലാക്കി എടുത്തിട്ട് കൂടുതലായിട്ട് അവരെ പണിയെടുപ്പിക്കുകയൊക്കെ ചെയ്തതായിട്ട് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഗ്ലോബലൈസേഷൻ സെറ്റപ്പ് എ കറൻസി റൈസ് ടു ദ ബോട്ടം വിത്ത് ഈച്ച് കൺട്രി ട്രൈങ് ടു ഗെറ്റ് ആൻ എക്സ്പോർട്ട് അഡ്വാൻറ്റേജ് ബൈ ഡ്രോപ്പിംഗ് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് കറൻസി. അതായത് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിലാണെന്ന് തോന്നുന്നു ഞാൻ എക്സ്പോർട്ട് മെക്കാനിസത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോ അതിനകത്ത് നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻസിയുടെ മൂല്യം കുറച്ച് കുറച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു എക്സ്പോർട്ടിങ് കൂടുതലായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് രൂപയുടെ മൂല്യം അല്ലെങ്കിൽ കറൻസിയുടെ മൂല്യം കുറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കൺട്രീനെ മറ്റൊരു കൺട്രി ഗുഡ്സിന് സർവീസസിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ടൈസ് കൺട്രീസ് ടുഗെദർ. സോ ഇഫ് വൺ ഗോസ് ത്രൂ ഡൗൺ ടേൺ ഇറ്റ് ക്യാൻ ടേക്ക് അതേഴ്സ് വിത്ത് ഇറ്റ്. അതായത് ഗ്ലോബലൈസേഷൻ നമ്മൾ പറഞ്ഞു ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണ്. ഓരോ കൺട്രീസും ഇതിലിങ്ങനെ ഡിപ്പെൻഡഡ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. സോ ഏതെങ്കിലും ഒരു കൺട്രി താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് ഹോൾ എക്കോണമി, അതായത് ഹോൾ വേൾഡ് ഇക്കോണമീനെ എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഗുഡ്സ് ഫ്രം ചില കൺട്രീസ് മൈറ്റ് നോട്ട് പാസ് സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഇൻ അതർ കൺട്രീസ്. റീസെൻ്റ്ലി സ്റ്റീൽ ഫ്രം ചൈന ഫെയിൽഡ് ടു മീറ്റ് ന്യൂസിലാൻഡ് സ്റ്റാൻഡേർഡ്സ്. അതായത്
ചില കൺട്രിയിലെ ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കൺട്രിയുടെ സ്റ്റാൻഡേർഡിൽ, അതായത് ഇപ്പം നമ്മൾ പറയുകയാണ് നമ്മൾക്ക് ഇപ്പം 24 ക്യാരറ്റ് ഗോൾഡ് ഉണ്ട്, 22 ക്യാരറ്റ് ഗോൾഡും ഒക്കെ അവൈലബിൾ ആണ്. സോ ഇപ്പോൾ 22 ക്യാരറ്റ് ഗോൾഡ് അവൈലബിൾ ആകുന്ന, അല്ലെങ്കിൽ അത് സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ 24 ക്യാരറ്റ് കീപ്പ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ 24 ക്യാരറ്റിൻ്റെ പകരം 22 ക്യാരറ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും താല്പര്യപ്പെടില്ല. ആ ഒരു കൺട്രി പെർട്ടിക്കുലർലി അത് താല്പര്യപ്പെടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ചൈനയുടെ സ്റ്റീൽ എന്ന് പറഞ്ഞിരിക്കുന്നതിന് വലിയ ക്വാളിറ്റി ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ന്യൂസിലാൻഡ് സ്റ്റാൻഡേർഡ്സിന് ഉണ്ടാവില്ല. അതായത് നമ്മൾ ന്യൂസിലാൻഡിൻ്റെ സ്റ്റീലിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചൈനയുടെ സ്റ്റീലിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ ആ കൺട്രി അത് അക്സെപ്റ്റ് ചെയ്യില്ല. സോ അത് ഒരു പ്രോബ്ലമായിട്ട്, അല്ലെങ്കിൽ അതൊരു കോൺസിക്വൻസസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലോബലൈസേഷന് എന്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഇന്നിക്വാളിറ്റീസ്. അത് ഞാൻ പറഞ്ഞു, ഡെവലപ്പിംഗ് കൺട്രീസും ഡെവലപ്ഡ് കൺട്രീസും തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ജനങ്ങളുടെ വർക്കേഴ്സിന് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഓവറായിട്ട് അവരെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്, വേജ് കട്ട്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കുറവിൽ അവർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ ഫാമേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻവിറോൺമെൻറ്റിന്, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നു, ലിബറലൈസേഷൻ, ഫ്രീ ട്രേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പൊല്യൂട്ടൻസും ഗ്യാസസൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സോ അതും നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ്സ് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് അവർ കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. അത് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ആൻഡ് ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദ സെഷൻ. എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി കമൻറ്റ്. താങ്ക് യു സോ മച്ച്. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.